കനത്ത ചൂടിന് ആശ്വാസമായി പെയ്തു തുടങ്ങിയ വേനൽ മഴ ഇന്നും സംസ്ഥാനത്ത് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചില ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും അതുപോലെ അതിശക്തമായ കാറ്റും ഉണ്ടാകുമെന്നുകൂടി പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം തെക്കൻ ജില്ലകളിൽ 2 ദിവസത്തിനകം മഴ ശക്തിപ്പെട്ടു തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചൊവ്വാഴ്ച പത്തനംതിട്ട ജില്ലയിലും ബുധനാഴ്ച തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും വ്യാഴാഴ്ച തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പരക്കെ മഴ ലഭിച്ചതോടെ അന്തരീക്ഷ താപനിലയിലും കുറവ് രേഖപ്പെടുത്തി. കടുത്ത ചൂട് രേഖപ്പെടുത്തുകയും പലതവണ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത പാലക്കാട് ജില്ലയിൽ താപനില 5 ഡിഗ്രി സെൽഷ്യസോളം കുറഞ്ഞു. തൃശ്ശൂരിൽ 3 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കുറഞ്ഞപ്പോൾ കോട്ടയം ജില്ലകളിൽ 2.5 ഡിഗ്രി സെൽഷ്യസിലും കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.